I'm Vinida. Amazing ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഹായ്, ഐ ആം അശ്വതി. അടിപൊളി ട്രിപ്പായിരുന്നു, മെമ്മറബിൾ ആയിരുന്നു, ഒരിക്കലും മഞ്ജുഷ, റിയലി അമേസിംഗ്. ജലജ, വയനാട് സൂപ്പർ. പേര് വിനീത. വണ്ടർഫുൾ ആൻഡ് മിസ്റ്റീരിയസ്. My name is Sheshadri. The trekking was simply awesome, simply amazing. I am Kirtana. About the trek, it was just mesmerizing. അബ്ദുറഹ്മാൻ. വളരെ നല്ല ട്രക്കിംഗ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു ഗ്രാമത്തിലാണ്. എനിക്ക് വളരെ ഈ ട്രക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലുള്ള മൊമെൻറ്റ്സാണ്. I am Anil Jit. Amazing trek. I am Murli. Really fantastic. I am Bibina. Amazing experience. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഷൈൻ. വെൽക്കം ടു ലെറ്റ്സ് ഗോ. ഇന്ന് സാറ്റർഡേ 13 ജനുവരി. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഖീർഗംഗയിലാണ്. ഇന്നലെ രാത്രിയായി ഖീർഗംഗയിലെത്തിയപ്പോൾ. ഞങ്ങൾ ഇത്തിരി ലേറ്റായി എത്താനായിട്ട്. രാത്രി ഇത്തിരി ബുദ്ധിമുട്ടി. എല്ലാവരും ടോർച്ചൊക്കെ തെളിച്ച് ബുദ്ധിമുട്ടിയാണ് മല കയറി വന്നത്. ഇതിന് മുകളിലാണ് ഖീർഗംഗ. രാവിലെ തന്നെ ഞങ്ങൾ ഖീർഗംഗയിലൊന്ന് കുളിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ഒരു നാച്ചുറൽ സ്പ്രിങ് ഉണ്ട്, അത് പോയി കുളിക്കാമെന്ന് വിചാരിക്കുന്നു. ഹലോ. എല്ലാവരും ഖീർഗംഗയിലേക്ക് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ്, ഖീർഗംഗയിലെ ക്യാമ്പ്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. എല്ലാവരും രാവിലെ തന്നെ തീ കായാണ്. ഞങ്ങളങ്ങനെ ഖീർഗംഗയിലേക്ക് പോവുകയാണ്. രാവിലെ അവിടെ ഒരു നാച്ചുറൽ ഗീസറിൽ പോയി കുളിച്ചിട്ട് ഖീർഗംഗ ബോർഡ് കാണിക്കുന്നുണ്ട്. ഖീർഗംഗ 100 മീറ്റർ. ഇവിടെയെല്ലാം ഒരുപാട് ക്യാമ്പുകളുണ്ട്. പിന്നെ ഇതിപ്പോൾ ഓഫ് സീസൺ ആയ കാരണം ആളുകൾ കുറവാണ്. റിലീജിയസായിട്ട് വരുന്നവർ വളരെ കുറച്ചുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ അഡ്വഞ്ചർ ട്രക്കിങ്ങിന് വരുന്നവരാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ 3 feet സ്നോ ഉണ്ടായിരുന്നു പറയുന്നത്. ഇതാണ് ഹോട്ട് സ്പ്രിങ്ങിലെ കുളി. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി, സബ്മിറ്റ് ചെയ്തു. ഇതാണ് അമ്പലം. ഇവിടെ ഇരുന്ന് നേരത്തെ ഹോട്ട് സ്പ്രിങ് ഉണ്ടായിരുന്നത്. ഇത് ആളുകൾ മിസ്യൂസ് ചെയ്ത കാരണം അത് ക്ലോസ് ചെയ്തെന്ന് പറയുന്നു. അത് താഴേക്കാക്കിയത്. എന്തോരം ക്യാമ്പാണെന്ന് നോക്കിയത്. അപ്പോൾ ഞങ്ങൾ കുളി വേണോ വേണ്ടെന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ്. ഈ കാണുന്നതാണ് ഖീർഗംഗ. ഇതിവിടെ വളരെ പവിത്രമായി ഇവർ വിശ്വസിക്കുന്ന ഒരു പോയിൻ്റാണത്. അങ്ങനെ ഖീർഗംഗ മന്ദിറിന് മുമ്പിലാണ്. അപ്പോൾ ഇന്നിവിടെ ഹോട്ട് വാട്ടറിൽ കുളിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഫ്രഷ് ബാത്തും കഴിഞ്ഞു. നാച്ചുറൽ ഗീസറിൻ്റെ താഴെ നിന്ന് ആദ്യം കുളിക്കണ്ടെന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങളൊരു കുളിയൊക്കെ പാസ്സാക്കി ആകെ ഫ്രഷായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോകും. ആൻഡ് യുവർ എക്സ്പീരിയൻസ്? എന്നെ കാണുമ്പോൾ തന്നെ അറിയില്ലേ, ആ ക്ഷീണം മാറി. അടിപൊളി. ഇതാണ് മൗണ്ടൻ ഡോഗിൻ്റെ കുഞ്ഞ്. ഇതുവരെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്തായാലും നല്ല ഫ്രഷായിരുന്നു. എന്തായാലും അതിനകത്ത് ഈ ചുണ്ണാമ്പ് വെള്ളവും അതിൻ്റെ സൾഫർ എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നെ വെള്ളം. നിങ്ങൾ എലിഫൻസിനെ ശ്രദ്ധിച്ചാൽ അറിയാം, എലിഫൻസിലെ ലീഡറിൻ്റെ ഡിസ്റ്റൻസ് 30-40 മീറ്റർ ആയിരിക്കും ഓൾവേസ് ആ പാക്കുമായിട്ടുള്ള. സോ ദിസ് ഈസ് വാട്ട് GT ഡസ് ഓൾവേസ്. അവിടെ സെൻട്രലിലുള്ള പുറകിലുള്ള ആൾ ഒരിക്കലും ആ പൊസിഷൻ തെറ്റിക്കില്ല. ആ ലേഡീസ് അല്ലെങ്കിൽ ആരാണോ വീക്ക് അവരുടെ പുറകിലായിരിക്കും. ഹുവർ വാക്സ് ബിഹൈൻഡ്, സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാരും പുറകിലുണ്ട്.
സ്ട്രോങ്ങസ്റ്റ് ഫ്രണ്ടിൽ മാത്രമല്ല, ദ സ്ട്രോങ്ങസ്റ്റ് വിൽ ബി ഇൻ ദ ബാക്ക് ഇൻ കേസ് ഓഫ് എനി അറ്റാക്ക്. സോ ഫോർ എ ട്രക്കിംഗ് ഇറ്റ്സ് വെരി എന്താ പറയുന്നത് റെപ്ലിക്കബിൾ ആൻഡ് ആപ്ലിക്കബിൾ. So what we are doing, we are sending the strongest person today. She is the strongest in the pack. So she will take care of the team. Normally in wildlife, women will not lead. Only men will lead. But namakku tettikam. That's for wolf. Those are meant to be broken. No. 2500 kilometers. One of the biggest mountainous area in the world. 5-6 രാജ്യങ്ങളിലൂടെയാണ് ഈ സാധനം കിടക്കുന്നത്. സോ നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്താണ് വന്ന് നിൽക്കുന്നത്. 400 കിലോമീറ്റേഴ്സ്. സോ ഇത്രയും വലിയ ഒരു മൗണ്ടൻ റീജിയനിൽ വന്ന് നിൽക്കുമ്പം വാട്ട് വി ആർ ടേക്കിംഗ് ഫ്രം മൗണ്ടൻ, എന്താണ് നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? Am I going to conquer this mountain or the mountain is conquer me? ഹിലാരി പറഞ്ഞാണ് I'm not going to conquer. അതേ വേറൊരു വാക്കും കൂടെ, I just completed I forgot the Godam mountain എന്നാണ് പറഞ്ഞത്. നശിച്ച പർവ്വതത്തെ ഞാൻ കീഴടക്കിയത്. Because they were trying from 1920s. Mountain will not accept anyone who is arrogant, who is not humble. അതുകൊണ്ടാണ് പലരും റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് മൗണ്ടനിൽ. അത് റിജക്റ്റ് ചെയ്യാന്ന് പറയുമ്പം നമ്മളുടെ മോളിലൊക്കെ ചെല്ലുമ്പോൾ മറ്റേ സെൻസർ ഡോർ ഉണ്ടല്ലോ, അങ്ങനെ തുറന്ന് കയറുന്നല്ല. റാദർ they will not get anything back. That's called rejection. അല്ലാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതല്ല. ഞാൻ പറഞ്ഞ 70% probably is going to be rejected by the mountains. The 30% will be accepted by the mountains. They will give something. Are you getting my point? Rejection is not about complete ചെയ്യാൻ പറ്റാത്ത അല്ല റിജക്ഷൻ. ട്രക്ക് നമ്മളും ചിലപ്പം കംപ്ലീറ്റ് ചെയ്യില്ല. മേ ബി ഹെവി സ്നോഫോൾ ആണെങ്കിൽ we will have to go back. Very simple. There is no other option. Rejection is very different. Let it be a pruning process for everyone. നമ്മൾ തിരിച്ചു പോകുമ്പം let's just think about it and do more treks together. Maybe more mountains, more regions. This is very different Himalayan region. നമ്മൾ കാശ്മീരിലെ ഒരു ഗ്രേറ്റർ ഹിമാലയൻ പാർട്ടാണ് കാശ്മീർ. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് റീജിയൻ. ലഡാക്ക് ഈസ് വെരി ഡിഫറെൻറ്റ്. അത് കാരക്കോറത്തിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുകയാണ്. കാരക്കോറമായിട്ട് കുറച്ച് സ്വഭാവം അതിനകത്തുണ്ട്. അവിടെ വരുമ്പോൾ നമ്മുടെ K2 ഒക്കെ കിടക്കും. ഇതൊക്കെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു ലോവർ ഹിമാലയാസ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്തേക്ക് വരികയും അതുപോലെ വളരെ ഡ്രൈ ആയിരിക്കുന്ന ഒരു തരം മൗണ്ടൻസ് ആണ് ഇവിടെയുള്ള. ബട്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ബട്ട് അവരുടെ സ്വഭാവം ഒന്ന് തന്നെയാണ് എന്തൊക്കെ ഇതാണെങ്കിലും. ഓക്കെ, താങ്ക് യു അഗെയിൻ. നമുക്ക് തിരിച്ചൊരു വിത്തിൻ 10 minutes 5 minutes നടക്കാം. സോ ജുമരി ഇന്നലെ ഞങ്ങളുടെ ഒപ്പം അവിടെ നിന്ന് കൽഗയിൽ നിന്ന് ഇവിടെ വരെ വന്ന് നോ ഷീസ് റെഡി. ജുമരി കം, ലെറ്റ് us move. കം ജുമരി. Just watch others. Place your foot exactly where they are placed. ഈ ജുമരിയുടെ പ്രത്യേകത, അവൾ ഞങ്ങളെല്ലാവരും മല ഇറങ്ങുന്നത് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇറങ്ങിക്കഴിയുമ്പോൾ ഇവൾ ഓടി വീണ്ടും മുമ്പിലെത്തി അടുത്ത സ്പോട്ടിൽ ഞങ്ങളെ കാത്തിരിക്കും. ഞങ്ങൾ മദർ നേച്ചറിനോട് എന്തെങ്കിലും തിരിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതിലാണ് GT. അപ്പോൾ ഞങ്ങൾ ട്രാഷ് മുഴുവൻ കളക്ട് ചെയ്യണം. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള ട്രാഷ് എല്ലാം ട്രെയിലിൽ നിന്ന് കളക്ട് ചെയ്ത് താഴെ കൊണ്ട് ഞങ്ങളത് ഡ്രോപ്പ് ചെയ്യും. ഇപ്പോഴും അരക്കിയൂടെ ട്രാഷ് വലിച്ചെറിഞ്ഞിട്ട് പോയേക്കാണ്. ഇതൊരു പാത്തറ്റിക് സിറ്റുവേഷൻ. അത് ദേ ഡോണ്ട് കെയർ ഓഫ് അബൌട്ട് ദ ഫ്യൂച്ചർ ജനറേഷൻ. അല്ല, ഇതിനെന്താ പറയുക, ഒന്നും പറയാനില്ല. ഞങ്ങൾ ജുമരി പോയി അവിടെ ബ്ലാക്ക് ഐസിൻ്റെ അപ്പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ ഫുൾ ടൈം ട്രെയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇനി 10 കിലോമീറ്റർ കൽഗ വരെ ജുമരി ഞങ്ങളുടെ കൊണ്ടുപോകും.
വെയിറ്റ് ചെയ്തൊക്കെയാണ്. ഹായ് ജുമറി. താഴെ ആ നദി ഒഴുകുവാനാണ് എന്ത് ഭംഗി. ഇതൊക്കെ മറ്റേ ഗ്ലേസിയർ പൊട്ടി ഒഴുകുവാനാണ് ഇതെല്ലാം. ജുംറി ദേ അവിടെ നിൽപ്പുണ്ട്. എന്തൊക്കെയാലും ഈ മൗണ്ടൻ ഡോഗ്സിൻ്റെ ഈ ബിഹേവിയർ ഭയങ്കരം തന്നെയാണ്. കാരണം 12 കിലോമീറ്ററായി ഇന്നലെ ഞങ്ങളിവിടെ നടന്നു. ഇന്നിപ്പോൾ അഗെയിൻ ഷീസ് കമ്മിങ് ബാക്ക്. ഞങ്ങൾ ഡോർമെട്രിയിലായിരുന്നു ഇന്നലെ അവൾ കിടന്നുറങ്ങിയത്. ഞങ്ങളങ്ങനെ ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. വെള്ളത്തിൻ്റെ നിറം തന്നെ നല്ല ബ്ലൂയിഷ് പെയിൻറ്റ് കിടക്കുകയാണ്. ഒരു വില്ലേജിൻ്റെ അകത്തൂടി പോവുകയാണ്. ആ വീട് പഴയ സ്റ്റൈലിൽ വുഡ് വെച്ചുണ്ടാക്കിയൊക്കെയാണ്. ആ ട്രീ നോക്കി. ഇതിലൊരു വില്ലേജിൻ്റെ അകത്തോട്ട് കയറി പശുക്കൾക്ക് വേണ്ടിയുള്ള അവരിതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. എല്ലാം കല്ല് വെച്ചാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. എനിക്കൊണ്ട് വിൻ്ററിലേക്കുള്ള സ്റ്റോറേജ് സ്പേസാണ് അവരുടെ ലൈഫ് സ്റ്റോക്കിന് വേണ്ടിയിട്ട്. ഇത് ഇന്നലെ കണ്ട തോഷം അല്ലെങ്കിൽ കൽക പോലെയൊന്നുമല്ല, ഒട്ടും കമേഴ്ഷ്യലൈസ്ഡ് അല്ല ഈ വില്ലേജ്. മൃഗങ്ങളുടെ കൊമ്പ് ഒരു വീടിൻ്റെ അവിടെ വെച്ചിരിക്കുന്നു. നോക്കി കൊമ്പ് വെച്ചാൽ നോക്കി സിപി. കിർഗംഗ യൂണിവേഴ്സൽ ബേസ് ക്യാമ്പ്. ശരിക്കും ഇതൊരു വില്ലേജ് വാക്ക് തന്നെയാണത്. ഹായ്, ഹലോ. ശരിക്കും കല്ലും മരങ്ങളും കൊണ്ടാണ് അവരുടെ ആ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് കല്ല് വെച്ചിരിക്കുന്നത്. നോക്കി, ഒട്ടും സിമെൻ്റ് ഒന്നും ഇല്ലാതെ കല്ല് അവർ പാക്ക് ചെയ്തേക്കണം. നോക്കി, മരവും ഇതുകൊണ്ട് അവരുടെ ലൈഫ് സ്റ്റോക്കിനുള്ള സ്റ്റോറേജ് ആണല്ലേ വിൻ്ററിലേക്കുള്ള. ആ ആ ഇത് നല്ല പാക്കായിട്ടോ. ശരിക്കും നല്ലൊരു വില്ലേജിൻ്റെ അല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് ആക്സിഡൻ്റലി ഒരു ഒട്ടും കമേഴ്ഷ്യലൈസ്ഡ് അല്ലാത്തൊരു വില്ലേജിൻ്റെ അകത്തൂടി നടന്നു പോകാൻ പറ്റി. ആ ഉണ്ടാവും, പക്ഷെ മറ്റതുപോലെ അത്രയും ഇല്ല. അത് ഓൺലി ഫോർ ടൂറിസ്റ്റിനായിരുന്നല്ലോ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത്. ഇവർക്കൊക്കെ എന്നും ഹിമാലയം കണ്ടുകൊണ്ട് എഴുന്നേക്കാം. ആ മുകളിൽ നോക്കി സിപി, വൈക്കൂല ചെയ്യണ നോക്കി മുകളിൽ. വാ, കുട്ടികൾക്ക് കളിക്കാനായിട്ട് ആകെ ഇത്രയും സ്ഥലമുള്ളൂ. ആ ആഹാ, ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ലുക്ക് ഉണ്ടല്ലോ അവന്.
ആണോ? ഹലോ, അവിടുന്ന് പശുക്കളൊക്കെ വരുന്നുണ്ട്. പശു ആ ഇത് ഞാൻ കണ്ടു. ഹൈക്കിംഗ് ഷൂസ് ലെഡ് ടു സം ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ്, മിഷൻ അക്കംപ്ലിഷ്ഡ് ഡ്യൂഡ്. ഞങ്ങളുടെ ഹോട്ടലെത്തി ദൂരെ കാണാം ആ റെഡ് ബിൽഡിംഗ്, ഡാം സെറ്റിൻ്റെ മുകളിലായിട്ട്. താഴെ ഞങ്ങളിത് പ്ലെയിൻസിലേക്ക് എത്തുകയാണ്. അങ്ങനെ ട്രക്കിംഗ് ഓൾമോസ്റ്റ് കഴിയുകയാണ്. അങ്ങനെ ഈ നദി കടന്നാൽ ഞങ്ങൾ റോഡിലേക്ക് എത്തുകയാണ്. ഞങ്ങളുടെ ഖീർഗംഗ ട്രക്കിംഗ് കഴിയുകയാണ്. 12 24 കിലോമീറ്റർ. വളരെ മനോഹരമായ, ഓർമ്മയിൽ സൂക്ഷിക്കാവുന്നൊരു ട്രക്കിംഗ്.